പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബാങ്ക് ലോണിനെ കുറിച്ച് പറയേ യമുന ജയപാലൻ അങ്കിളിന്റെ കാര്യം എടുത്തിടെ കാവേരിയും ദേഷ്യത്തോടെ എത്രയും പെട്ടെന്ന് വീട് തിരിച്ചു പിടിക്കാമെന്ന് പറഞ്ഞ് ആ മനുഷ്യനും കൂടിയല്ലേ നമ്മളെ നമ്മുടെ അച്ഛനുണ്ടാക്കിയ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. ബാങ്കിലെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പരിഹരിച്ചോ? അങ്കിളെ, ബാങ്കിൽ അടയ്ക്കേണ്ട പണം എത്രയാണെന്ന് ഒന്ന് അന്വേഷിച്ച് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു. ചെറു വിരൽ അനക്കിയില്ല മനുഷ്യൻ. എങ്കിലും ഇപ്പോഴും ഓരോരുത്തരും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ജയപാലനങ്ങള് ശരിയാക്കും, ജയപാലനങ്ങള് ശരിയാക്കും, ജയപാലനങ്ങള് ശരിയാക്കുമെന്ന്. വീണു കിടക്കുന്നത് പടുകുഴിയിലാണെന്നറിയാം. ചിലപ്പോ ഇനിയും താഴോട്ട് വീഴുമായിരിക്കും. എങ്കിലും ആരുടെയും സഹതാപവും വേണ്ട, സഹായ വാഗ്ദാനവും വേണ്ട. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂവെന്ന് മനസ്സിലാക്കുക. ഇനിയും മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ അവസാന നിമിഷം വരെ ഫൈറ്റ് ചെയ്യണം. എന്നിട്ടും കൈവിട്ട് പോവുകയാണെങ്കിലേ പോട്ടെ, അച്ഛൻ പോയില്ലേ, അതിനേക്കാളും വലുതൊന്നുമല്ലല്ലോ കല്ലും കുമ്മായവും മണ്ണും കൊണ്ടുണ്ടാക്കിയ ആ വീട് എന്ന് കാവേരി ചോദിക്കേ. നിന്നോട് ആരാ പറഞ്ഞേ അത് മണ്ണും കല്ലും കുമ്മായും കൊണ്ടുണ്ടാക്കിയ വീടാണ്? അച്ഛന്റെ കണ്ണീരും ചോരയും വിയർപ്പുമൊക്കെയാ ആ വീട്. അച്ഛൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. ആ വീട് മാത്രമല്ല, അവിടുത്തെ മരങ്ങളും ചെടികളും ഒക്കെ നമ്മളോളം പ്രിയപ്പെട്ടതാണെന്ന് അച്ഛൻ നിന്നോടല്ലേ പറയാറുള്ളത്. നമുക്ക് നമ്മുടെ മനസാക്ഷിയോട് കള്ളം പറയാൻ പറ്റുമോ കാവേരി എന്ന് ഗംഗയും ചോദിക്കുക. അത് കേൾക്കെ യമുനയും എന്തൊക്കെയാണെങ്കിലും കൈവിട്ട് പോയില്ലേ ഗംഗച്ചി, ഇനി നമുക്കത് മറക്കാമെന്ന് പറയേ. ആര് പറഞ്ഞു കൈവിട്ട് പോയെന്ന്? അച്ഛനെ മാത്രമേ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അച്ഛനുമായുള്ള മറ്റൊന്നും നമ്മൾ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല, എന്ത് വില കൊടുക്കേണ്ടി വന്നാലും എന്ന് ഗംഗയും ഉറപ്പിച്ചു പറയുകയാണ്. പക്ഷെ ഗംഗേച്ചി 30 ലക്ഷം രൂപ എന്ന് പറഞ്ഞാ എന്ന് യമുന ചോദിക്കും. 30 ലക്ഷം രൂപ കൊടുത്ത് കടം വീട്ടി നമ്മൾ വീട് തിരിച്ചെടുക്കുന്നു ഇന്ന് ബാങ്ക് ടൈം തീരുന്നതിന് മുമ്പ് എന്ന് ഗംഗ ആത്മവിശ്വാസത്തോടെ പറയേ. പക്ഷേ പണം എന്ന് കാവേരി. ആർക്കും വേണ്ടാത്ത കുറെ പൊന്നിരിപ്പില്ലേ വീട്ടില്, എന്റെ കല്യാണത്തിന് വാങ്ങിയത്, അതെന്തായാലും 30 ലക്ഷത്തിന് മീതെ വരാതിരിക്കില്ലെന്ന് ഗംഗ പറയും. ആ സ്വർണം കൊടുക്കാനോ എന്ന് യമുനയും. ആ സ്വർണം അതേ ബാങ്കിൽ തന്നെ പണയം വെക്കുന്നു. സമയത്തിന് തിരിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, വീട് നമുക്ക് കിട്ടുമല്ലോ എന്ന് ഗംഗയും. ഗംഗച്ചി, വേറൊരു കല്യാണം വരുമ്പോ നമ്മുടെ കയ്യിലൊന്നും എന്ന് കാവേരി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും സ്വർണം കയ്യിലുണ്ടെങ്കിൽ കല്യാണം നടക്കുവോടി? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കും. കല്യാണ മാർക്കറ്റിലെ മാനദണ്ഡങ്ങളൊക്കെ വേറെയാ. എന്തായാലും ഇനിയൊരു വിവാഹവും മോടിയുള്ള ജീവിതവും ഒന്നും എന്നെ ഇപ്പോ മോഹിപ്പിക്കുന്നില്ല പൊന്നുപോലും. നീ പറഞ്ഞത് ശരിയാ, അച്ഛൻ പോയി, അതിനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല. സ്വർണമോ പണമോ സ്വത്തോ ഒന്നും. പക്ഷേ അച്ഛന്റെ ശ്വാസവും ഗന്ധവും ഒക്കെയുള്ള ആ വീട് നമുക്ക് തിരിച്ചു വേണം. അതിന് നിങ്ങളൊക്കെ എന്റെ ഒപ്പം നിൽക്കണമെന്ന് പറഞ്ഞ് ഗംഗ കൈനീട്ടുമ്പോഴേക്കും അവരും അവരുടെ കൈ ചേർത്ത് വെക്കുകയാ. പിന്നീട് ബാങ്ക് മാനേജറുടെ മുന്നിലിരിക്കുന്ന നരേനെയാണ് കാണിക്കുന്നത്. ഫിക്സഡ് ഡെപ്പോസിറ്റ് മുഴുവൻ പിൻവലിക്കുന്നു. എന്താണ് സാറി പറയുന്നത് എന്ന് മാനേജർ ചോദിക്കെ അശ്വിൻ ഒന്നും മിണ്ടാതെ ഫോണും നോക്കിയിരിപ്പ. ഇപ്പോഴത്തെ ബാങ്കിന്റെ നിലനിൽപ്പ് തന്നെ സാറിന്റെ FD-യിലാണ്. ഞങ്ങൾ കസ്റ്റമർ കെയർ മാനേജറിനെ വിളിക്കട്ടെ. പുതിയ ഇൻട്രസ്റ്റ് റേറ്റിനെ പറ്റിയും ഡെപ്പോസിറ്റ് സ്കീമിനെ പറ്റിയും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യും. സാർ പ്ലീസ്, സാർ ഒരു 15 മിനിറ്റ് അത്രയും മതിയെന്ന് ബാങ്ക് മാനേജർ റിക്വസ്റ്റ് ചെയ്യേ. പ്രവീൺ സാറേ 10 മിനിറ്റ് എന്ന് നരേൻ. അത് മതി സാർ, അത്രയും മതിയെന്ന് ബാങ്ക് മാനേജർ പറയേ. 10 മിനിറ്റിനുള്ളിൽ എനിക്കെന്റെ FD വിഡ്രോ ചെയ്യാനായില്ലെങ്കിൽ തനിക്കുള്ള സസ്പെൻഷൻ ഓർഡർ ഉടനെ തന്നെ വന്നിരിക്കും. സോ യുവർ കൗണ്ട് ആൻഡ് സ്റ്റാർട്ട് നൗ എന്ന് നരയൻ താക്കീതോടെ പറയാ. വിൽ ഡു സാർ, 10 മിനിറ്റ് വേണ്ട, ഓൺലി 5 മിനിറ്റ് എന്ന് മാനേജരും ഉറപ്പു നൽകുകയാണ്. ആ സമയത്ത് തന്നെ സ്വർണവുമായി ബാങ്കിലെത്തി സ്വർണം തൂക്കിച്ചു നോക്കുകയാ കാവേരിയും ഗംഗയും. ഇതെല്ലാം കൂടി 29 ലക്ഷത്തിനും മീതെ വരും എന്നാ ജീവനക്കാരൻ പറയേ. കൃത്യമായിട്ട് എത്രയാണ് സാർ എന്ന് ഗംഗയും ചോദിക്കുകയാ. അയാൾ അത് കണക്കുകൂട്ടി നോക്കി ഒരു 29,20,000 രൂപ എന്ന് പറയേ. എല്ലാം പുതിയ ആഭരണങ്ങളാണ് സാർ, പുതിയ മോഡൽ, പരമാവധി വിലയൊന്ന് കൂട്ടി പറയണമെന്ന് ഗംഗയും. ഗ്രാമിന് ഇന്നത്തെ വില 15,000 രൂപയാണല്ലോ സാർ, പിന്നെങ്ങനെ ഇത്രയും ആഭരണത്തിന് നിസ്സാര വില ഇടുമെന്ന് കാവേരിയും. സ്വർണം വാങ്ങുമ്പോഴുള്ള വില വിൽക്കുമ്പോഴോ പണയം വെക്കുമ്പോഴോ കിട്ടില്ലെന്ന് കുട്ടിക്ക് അറിയില്ലേ? പിന്നെ ഞങ്ങൾ നിങ്ങളുടെ സ്വർണം കബളിപ്പിച്ചെടുക്കാനൊന്നും പോകുന്നില്ല. കുറഞ്ഞ വിലയ്ക്കാണ് പണയം വെക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചെടുക്കാനും എളുപ്പമായിരിക്കും എന്നയാൾ പറയേ. കാവേരി എന്തോ പറയാനായി തുടങ്ങുന്നുണ്ടെങ്കിലും ഗംഗ അവളെ തടഞ്ഞ് കാവേരി വാ എന്ന് വിളിച്ച് അവളെ മാറ്റി നിർത്തി സംസാരിക്കുക. കാവേരിയും ഗംഗയോടായി, ഗംഗേച്ചി ഇവന്മാർ നമ്മുടെ നന്മയ്ക്കായാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാൻ. മനസ്സിലായി മോളെ, പക്ഷെ നമുക്കിപ്പോ വീട് തിരിച്ചെടുക്കല്ലേ വേണ്ടത്, നീ ഒന്ന് ക്ഷമിക്കെന്ന് ഗംഗയും. ഉള്ളതെല്ലാം നുള്ളിപ്പെറുക്കിയല്ലേ ഇവന്മാരുടെ മുന്നിൽ കൊണ്ട് ചെന്നത് എന്ന് കാവേരി ചോദിക്കേ. അല്ല, ഇതും കൂടി ഉണ്ടെന്ന് പറഞ്ഞ് തന്റെ ബാഗിൽ നിന്ന് അച്ഛനൊന്ന് തനിക്കായി വാങ്ങിച്ച ആ നെറ്റിച്ചുട്ടി അവൾ പുറത്തേക്ക് എടുക്കുക. അത് കാണേ അവളും സങ്കടത്തോടെ അന്നത്തെ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുക. അമ്മ തനിക്ക് നെറ്റിച്ചുട്ടി വാങ്ങിച്ചു തരില്ലെന്ന് പറഞ്ഞതും ആ കാര്യം അവൾ കാവേരിയോട് പങ്കുവെക്കുന്നതും പിന്നീട് ആഭരണങ്ങളെല്ലാം വാങ്ങിച്ച സമയത്ത് കൂട്ടത്തിൽ ഒരു നെറ്റിച്ചുട്ടി കൂടി അമ്മ വാങ്ങിപ്പിച്ചതും എന്റെ മോളെന്തിനാ ആരെങ്കിലും ഇടുന്നതിടുന്നേ, പുതിയത് തന്നെ ഇടണമെന്ന് അച്ഛൻ പറഞ്ഞതുമെല്ലാം അവളുടെ കണ്ണുകളും നിറയുകയാ. കാവേരിയും ഇത് മാത്രം വേണ്ട ചേച്ചി, അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിയതല്ലേ എന്ന് പറയേ. വേണം, അടച്ചുറപ്പുള്ള വീട്ടിൽ പെൺമക്കൾ അന്തി ഉറങ്ങണമെന്നതിനേക്കാൾ വലിയ ആഗ്രഹമൊന്നും കാണില്ല ഏതൊരച്ഛൻ എന്ന് പറഞ്ഞ് ആ നെറ്റിച്ചുട്ടി കൂടി തൂക്കി നോക്കാനായി കൊടുക്കുകയാ. അയാളത് തൂക്കി നോക്കിക്കൊണ്ട് ഇതും കൂടി വെച്ച ഒരു 75,000 അങ്ങോട്ട് കിട്ടുമെന്ന് പറയേ. അപ്പോൾ ഞങ്ങൾക്ക് വീട് തിരിച്ചു കിട്ടുമല്ലോ അല്ലേ എന്ന് ഗംഗ ചോദിക്കുക. അതിനെന്താ, തിരിച്ചു കിട്ടുമല്ലോ എന്ന് അയാളും. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നു തന്നെ ഞങ്ങളുടെ വീട്ടിൽ കയറി താമസിക്കാലോ എന്ന് കാവേരി ചോദിക്കേ. ഒരു മിനിറ്റ്,
ഞാൻ മാനേജറുമായൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് പോവുകയാണ്. അവിടെ ദേഷ്യത്തോടെ ഇരിക്കുന്ന നരേനെ സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് മാനേജർ. സാറിനറിയാലോ, ഈ പദവിയിലും ഡ്രസ്സിങ്ങിലും ഒന്നും കാര്യമില്ല. മാനേജർ എന്നാൽ പേരിൽ മാത്രമേ ഉള്ളൂ. ടാർഗറ്റ് തികയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത മാസം മുതൽ വീട്ടിലിരിക്കും. പിന്നെ എല്ലാവർക്കും ഈ കുഞ്ഞുകുട്ടി പ്രാരാബ്ദങ്ങളൊക്കെ ഉള്ളതാണ്. സാറിനിപ്പോ ഈ FD പിൻവലിച്ചിട്ട് പ്രത്യേകിച്ച് അത്യാവശ്യങ്ങളൊന്നുമില്ലെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോഴേക്കും ആ ജീവനക്കാരൻ അങ്ങോട്ട് വന്ന് ബാങ്ക് മാനേജറോട് രഹസ്യമായി എന്തൊക്കെയോ സംസാരിക്കുകയാ. താൻ എന്തിനാ അവരോട് അങ്ങനെ വാക്ക് കൊടുക്കാൻ പോയത് എന്ന് ബാങ്ക് മാനേജറുടെ ചോദ്യം കേൾക്കെ നരേനും അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ക്ഷമിക്കണം സാർ, അവരുടെ കയ്യിൽ ഇത്രയും ഗോൾഡ് ഉണ്ടാവുമെന്ന് കരുതിയില്ലെന്ന് അയാൾ പറഞ്ഞു. ഗോൾഡ് ഉണ്ടാവുമെന്ന് കരുതിയില്ല, ഇനിയിപ്പോ ഞാൻ പറയുന്ന പോലെ ചെന്നങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് രഹസ്യമായി എന്തൊക്കെയോ പറയുകയാണ്. അത് കഴിഞ്ഞ് ആ ജീവനക്കാരൻ അവിടുന്ന് പോകുമ്പോഴേക്കും അത് ശ്രദ്ധിച്ചിരുന്ന നരേനും എന്താണ് പ്രവീണെ, എനി പ്രോബ്ലം എന്ന് ചോദിക്കും. ഒന്നുമില്ല സാർ, അതൊരു ഹൗസിംഗ് ലോണുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ആണെന്ന് മാനേജരും പറയുക. സാർ, വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, പ്ലീസ് ഡോണ്ട് വിത്ഡ്രോ ദ FD എമൗണ്ട്. ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ഒരുപാട് കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് എന്നൊക്കെ ബാങ്ക് മാനേജർ റിക്വസ്റ്റ് ചെയ്യുമ്പോഴേക്കും എന്റെ പ്രവീണെ, നിങ്ങൾ എന്തൊക്കെയാണെന്ന് നരേൻ പറയുന്നുണ്ടെങ്കിൽ സാർ പ്ലീസ് പ്ലീസ് എന്ന് മാനേജർ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുകയാണ്. അത് കേൾക്കെ ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് നരേൻ പറയാ. താങ്ക്സ് എ ലോട്ട് എന്ന് മാനേജർ. നരേൻ ബാങ്ക് മാനേജറുടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും അവിടെ കാവേരിയുടെ സംസാരം മുഴങ്ങിക്കൊണ്ടിരിക്കുക. മരിച്ചുപോയ ഞങ്ങളുടെ അച്ഛന്റെ ചോരയും നീരും കൊണ്ട് പണി തീർത്തതാ ആ വീട്. അച്ഛന്റെ ചിതയിലെ ചൂടാറും മുമ്പെയാ നിങ്ങൾ ഞങ്ങളെ ആ വീട്ടിൽ നിറക്കി വിട്ടു. ഇപ്പോ നിങ്ങൾ പറഞ്ഞ പണം മുഴുവനും കൊണ്ടുവന്നിട്ടും വീട് ഞങ്ങൾക്ക് തിരിച്ചു തരില്ലെന്ന് പറഞ്ഞ എന്ന് കാവേരി ചോദിക്കേ. ഞാൻ തരില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ, പേപ്പർ വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കി എടുക്കാൻ ഒരു 2 ദിവസം എന്ന് അയാളും. നരേനും അത് ശ്രദ്ധിച്ചോണ്ട് നിൽപ്പാ. പറ്റില്ലെന്ന് പറഞ്ഞല്ലോ, 1 രൂപ പോലും കുറയാതെ പണം വാങ്ങിച്ചെടുത്തില്ലേ ഞങ്ങളുടെ കയ്യിൽ. അപ്പൊ പേപ്പർ വർക്കിന്റെ കാര്യമൊന്നും ആരും പറഞ്ഞില്ലല്ലോ എന്ന് ഗംഗ ചോദിക്കേ. ഈ രാത്രി തന്നെ ഞങ്ങൾക്ക് വീട് തിരിച്ചു വേണം. ഇന്ന് രാത്രി ഞങ്ങൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് അവിടെ ആയിരിക്കണമെന്ന് കാവേരിയും ഒച്ച വെക്കുകയാണ്. അങ്ങനെയല്ല കാര്യങ്ങളെന്ന് വീണ്ടും അയാൾ പറയേ. എന്ത് ഫോർമാലിറ്റീസ് ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല സാർ, ഞങ്ങളുടെ വീടാ അത് എന്ന് കാവേരി ഒച്ച വെക്കുന്നത് കേൾക്കെ നരേനും ബാങ്ക് മാനേജറെ ഗ്ലാസ് ഡോറിലൂടെ നോക്കിക്കൊണ്ട് അങ്ങോട്ട് വരാനായി ആംഗ്യം കാണിക്കുകയാണ്. അയാൾ അങ്ങോട്ട് എത്തുമ്പോഴേക്കും നിങ്ങൾ പറഞ്ഞ പണം മുഴുവനും ഞങ്ങൾ കൊണ്ടുവന്നില്ലേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് തിരിച്ചു വേണമെന്ന് കാവേരി പറയേ. അതെന്താതെന്ന് നരേൻ ബാങ്ക് മാനേജറോടായി ചോദിക്കുകയാണ്. ഇതിനൊരു തീരുമാനമാവാതെ ഞങ്ങൾ പോവില്ലെന്ന് കാവേരി അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. വലിയ ഡിസ്റ്റർബൻസ് ആണ് സാർ, ഞാൻ കൈകാര്യം ചെയ്തോളാമെന്ന് ബാങ്ക് മാനേജർ പറയേ. വേണ്ട, ആ കുട്ടികളുടെ അച്ഛൻ മരിച്ചുപോയതാണല്ലേ എന്ന് നരേൻ ചോദിക്കേ. അതെ സാർ എന്ന് കരുതി ഒരു മര്യാദയൊക്കെ വേണ്ടേ എന്ന് ബാങ്ക് മാനേജർ. എന്ത് മര്യാദയെന്ന് നരേൻ ചോദിക്കേ. അവർ പണമടച്ചെന്ന് കരുതി ഉടനെ വീട് തിരിച്ചു കൊടുക്കാൻ പറ്റും. ബാങ്കിന് ബാങ്കിന്റേതായ ചില ഫോർമാലിറ്റീസ് ഒക്കെ ഇല്ലേ എന്ന് മാനേജർ പറയേ. ഒന്ന് ഇരുത്തി മൂളിക്കൊണ്ട് മാനേജർ സാറേ ഒന്ന് വെയിറ്റ് ചെയ്യും, തീരുമാനം ഞാൻ പറയാം. ആ കുട്ടികൾ ഇന്ന് അവരുടെ അച്ഛനുണ്ടാക്കിയ വീട്ടിൽ തന്നെ ഉറങ്ങും. ഇനി ആരും അവരെ കുടിയൊഴിപ്പിക്കാൻ അവിടെ ചെല്ലുകയുമില്ല. ഇനിയും ബാങ്കിന്റെ ഫോർമാലിറ്റീസും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ FD വിത്ഡ്രോ ചെയ്യുന്ന കാര്യം ഞാൻ അങ്ങ് വേഗത്തിലാക്കും. അത് വേണോ എന്ന് നരേൻ ചോദിക്കേ. വേണ്ട സാർ, വേണ്ട പ്ലീസ് എന്ന് മാനേജർ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ് നരേൻ പോവാൻ തുടങ്ങുമ്പോഴേക്കും ബാങ്ക് മാനേജർ പിറകിന്ന് വിളിച്ചാർ. യാതൊരു പരിചയമില്ലാത്ത ആളല്ലേ, പിന്നെന്തിനാ ഈ കേസിൽ ഇത്രയും ഇൻട്രസ്റ്റ് എന്ന് അയാൾ ചോദിക്കേ. കാവേരിയെയും ഗംഗയെയും ഒരു നിമിഷം നോക്കിക്കൊണ്ട് എനിക്കും ഒരു അച്ഛനുണ്ടായിപ്പോയി എന്ന് പറഞ്ഞ നരേനും അവിടെ നിറങ്ങി പോവുകയാ. അപ്പോഴും കാവേരിയും ഗംഗയുമായി തർക്കിച്ചുകൊണ്ടിരിക്കുക ആ ജീവനക്കാരൻ. ഇത് ഞങ്ങളുടെ തീരുമാനമല്ല, ബാങ്കിന് ചില ഫോർമാലിറ്റീസ് ഉണ്ട് എന്നയാൾ പറയേ. ഇനിയും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ബാങ്ക് ഞങ്ങൾ കത്തിക്കും, സത്യമായിട്ടും കത്തിക്കും എന്ന് കാവേരി ഒച്ചവെക്കുമ്പോഴേക്കും രാഹുലേ എന്ന് വിളിച്ചുകൊണ്ട് ബാങ്ക് മാനേജർ അങ്ങോട്ടെത്തുകയാണ്. എന്താ ഇത്, വീട് അവർക്ക് തന്നെ തുറന്നു കൊടുത്തേക്ക്, ബാങ്കിന്റെ ഫോർമാലിറ്റീസ് മാത്രം നോക്കിയാൽ മതി. പലപ്പോഴുമൊക്കെ മനുഷ്യത്വം കൂടി കാട്ടണ്ടേ, പേപ്പർ വർക്കൊക്കെ അതിന്റെ മുറ പോലെ നടക്കട്ടെ. ഇന്ന് രാത്രി ഇവർക്ക് ആ വീട്ടിൽ താമസിക്കാൻ കഴിയണം എന്ന് പറഞ്ഞ് കാവേരിയോടും ഗംഗയോടുമായി. അപ്പോ ഇനി നിങ്ങളെ അവിടുന്ന് ആരും കുടിയിറക്കാൻ വരില്ല, നിങ്ങളുടെ അച്ഛനുണ്ടാക്കിയ വീട് നിങ്ങൾക്ക് തന്നെ എന്ന് കാവേരിയോടും ഗംഗയോടും പറഞ്ഞ് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കു രാഹുലേ എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് പോവുകയാണ്. ഇതെന്തു പറ്റി പെട്ടെന്ന് മാറിയതെന്ന് കാവേരി ചോദിക്കേ. എന്തായാലും നന്ദി പറയണം കാവേരി, ദൈവത്തോട് പറയുന്ന പോലെ എന്ന് പറഞ്ഞ് ഗംഗ പോവാൻ തുടങ്ങുമ്പോഴേക്കും ഈ കാഴ്ചകളെല്ലാം കണ്ടു നിൽക്കായിരുന്ന വേറൊരു ജീവനക്കാരനും അതെ നന്ദി പറയണെങ്കിലേ അത് മാനേജർ സാറിനല്ല, സാറിന്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ ഇരിപ്പുണ്ടായിരുന്നു, അയാൾ പറഞ്ഞതുകൊണ്ടാ, മനസ്സില്ലാഞ്ഞിട്ടും മാനേജർ സാറ് ഇന്ന് തന്നെ നിങ്ങൾക്ക് വീട് തുറന്നു തന്നു എന്ന് പറയേ. എന്നിട്ട് അയാൾ എവിടെ പോയെന്ന് കാവേരി അതുവഴി പോയെന്ന് അയാൾ ഒരു ഡോറിന് നേരെ ചൂണ്ടുമ്പോഴേക്കും കാവേരിയും അങ്ങോട്ട് ഓടിപ്പോയി ആ ഡോർ തുറക്കുകയാണ്. അവിടെ നരേന്റെ ഷർട്ടിന്റെ അതേ നിറത്തിലുള്ള ബ്ലൂ കളർ ഷർട്ടിട്ട ഒരാൾ നടന്നു നീങ്ങുന്നത് കാണേ. കാവേരി ആളെ വിളിക്കുന്നുണ്ടെങ്കിലും തിരിഞ്ഞു നോക്കിയ അയാളെ കണ്ട് സോറി എനിക്ക് ആള് മാറിപ്പോയതാ, സോറി എന്ന് കാവേരി. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് അയാളും ഇറങ്ങി പോവുകയാ. പിന്നീട് വിനീതിന്റെ വീട്ടിലേക്ക് സന്തോഷത്തോടെ അമ്മ അച്ഛമ്മയെന്ന് വിളിച്ചുകൊണ്ട് കാവേരിയും ഗംഗയും എത്തുകയാണ്. ശാരദയുടെ അടുക്കള ജോലിയിലായിരുന്നു. യമുന നിലം തുടയ്ക്കുന്ന തിരക്കിലും. അമ്മയെ നീളെ യമുനെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഗംഗയും കാവേരിയും സിറ്റൗട്ടിലേക്ക് എത്തുമ്പോഴേക്കും എന്തുവാ വിളിച്ചു കൂവുന്നേ എന്ന് ചോദിച്ച് സുജാതയും അങ്ങോട്ടെത്തുകയാ. അവരമ്മയെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി അമ്മയെ അച്ഛമ്മയെന്ന് വീണ്ടും നീട്ടി വിളിച്ചോണ്ടിരിക്കും. അത് കാണേ സുജാതയും ദേഷ്യത്തോടെ അങ്ങോട്ട് വന്ന്, ദേ എന്റെ വീട്ടിൽ പെണ്ണുങ്ങൾ ഇങ്ങനെ തൊണ്ട കീറി വിളിക്കരുത്, മരം കയറ്റവും
പഠിത്തവും ആക്രിപിടുത്തവും ഒക്കെ നിങ്ങളുടെ അച്ഛൻ സമ്പാദിച്ച വീട്ടിൽ എന്ന് പറയുന്നത് കേൾക്കെ കാവേരിയും ദേഷ്യത്തോടെ അമ്മയെ തന്നെ നോക്കിക്കൊണ്ട് നിൽപ്പാ. എന്താടി നോക്കുന്നത് നീ? നിന്റെ കൂടപ്പിറപ്പുകളും അമ്മേനെയും കൂടും കുടുക്കയും എല്ലാം പുറത്തോട്ടിടുന്നത് കാണണം നിനക്ക് എന്നമ്മായി ചോദിക്കേ. അവരെവിടെ? നിങ്ങൾ അവരെ ഈ വളപ്പിന്നും പുറത്താക്കിയോ എന്ന് കാവേരിയും ചോദിക്കുക. അയ്യോ, ഞാൻ അവരെ പുറത്താക്കിയെന്ന്. ഞാൻ പുറത്താക്കിയ അതുങ്ങൾ പോവോ? എടി, ഇത്തിൽ കണ്ണി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്. മറ്റു മരങ്ങളിൽ നിന്ന് പറിച്ചെറിഞ്ഞാൽ പിന്നെയും പറ്റി പിടിച്ചു വരും. അതുപോലെ എന്റെയും എന്റെ മകന്റെയും ചോരയൂട്ടി കുടിക്കാൻ ചിലരൊക്കെ കിനാവ് കാണുന്നതെന്ന് ഗംഗയെ നോക്കി അർത്ഥം വെച്ചുകൊണ്ട് അമ്മായി പറയുക. അഭിമാനവും കെട്ടിപ്പിടിച്ചോണ്ടേ രാത്രി മരച്ചുവട്ടിൽ പോയി ഇരുന്നതല്ല. പകല് നോക്കുമ്പോതേ അടുക്കളയിലേക്ക് തല നീട്ടും. സൂചാതെ, ജോലി വല്ലതും ഉണ്ടെങ്കിൽ ചെയ്തു തരാമെന്ന്. നടുവൊടിഞ്ഞ് ഞാൻ ഈ വീട്ടിൽ കിടന്ന ജോലികളെല്ലാം ചെയ്തിട്ട് മരച്ചൊട്ടിൽ സർവാണി സദ്യ നടത്തണ്ടെന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു. അമ്മയ്ക്കും മക്കൾക്കും വെട്ടിവിഴങ്ങണമെന്നുണ്ടെങ്കിലേ പകല് സമയത്ത് എന്തെങ്കിലും ജോലി ചെയ്യണം എന്ന് സുജാത പറയുമ്പോഴേക്കും ശാരദയും നിളയും യമുനയുമെല്ലാം അങ്ങോട്ടെത്തുകയാ. രാത്രി എവിടേക്ക് വേണേലും ഇറങ്ങിപ്പോയിക്കോ, എനിക്കൊരു വിരോധവും എന്ന് അമ്മായി പറയേ. അങ്ങനെ ഒരു ഔദാര്യം ഇനി അരവിന്ദന്റെ കുടുംബത്തിന് വേണ്ടെങ്കിലോ എന്ന് കാവേരി പുഞ്ചിരിയോടെ ചോദിക്കേ. അമ്മായിയും ശാരദയും യമുനയും നിളയുമെല്ലാം അമ്പരപ്പോടെ നിൽക്കും. അപ്പോഴേക്കും വിനീത് തന്റെ ബൈക്കിൽ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അമ്മയും അമ്പരപ്പോടെ മോളെ നീ എന്ത് ഈ പറയുന്നേ എന്ന് ചോദിക്കും. ഇനി ഇവരുടെ ആട്ടും തുപ്പും കേട്ട് അടിമവേല ചെയ്യേണ്ട കാര്യമൊന്നും നമുക്കില്ലമ്മേ, നമുക്ക് നമ്മുടെ വീട് തിരിച്ചു കിട്ടും എന്ന് കാവേരി പറയുമ്പോഴേക്കും വിനീതും അങ്ങോട്ടെത്തുകയാ. ശാരദയും സന്തോഷത്തോടെ കാവേരിയുടെ അടുത്തേക്ക് ചെന്ന് നേരാണോ മോളെ എന്ന് ചോദിക്കേ. അത് എന്ന് പറഞ്ഞ് കാവേരി അമ്മയെ ചേർത്ത് പിടിക്കുക. അത് കേൾക്കെ നിളയും യമുനയും സന്തോഷത്തോടെ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാ. നേരാണോ എന്ന് യമുന ചോദിക്കേ. നേരാടി, ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വതന്ത്രത്തിൽ ജീവിക്കാമെന്ന് ഗംഗയും പറയുകയും. അത് കേൾക്കെ സന്തോഷത്തോടെ വിശ്വസിക്കാനാവുന്നില്ല ചേച്ചി എന്ന് നിളയും. പറഞ്ഞില്ലേ മോളെ, നമ്മൾ എന്ത് വില കൊടുത്തും അച്ഛനുണ്ടാക്കിയ വീട് തിരിച്ചു പിടിക്കുമെന്ന് എന്ന് സന്തോഷത്തോടെ ഗംഗയും പറയുന്നുണ്ട്. എല്ലാം കണ്ടുനിന്ന സുജാതയും കൂട്ടക്കരച്ചിലും കെട്ടിപ്പിടുത്തവും എല്ലാം കണ്ടുനിന്ന ഞാൻ ഇവിടെയിട്ട് എല്ലാത്തിനെയും കടിച്ചു തിന്നുമായിരുന്നു എന്ന്. അത് കേൾക്കെ കാവേരി അമ്മയുടെ നേരെ ചെല്ലുന്നുണ്ടെങ്കിലും ശാരദ കാവേരിയെ പിടിച്ചു നിർത്തി. നന്ദി മാത്രമേ ഉള്ളൂ സുജാത, സകലതും നഷ്ടപ്പെട്ട് ഈ പഠിക്കൽ വന്നു നിന്ന എന്നെയും എന്റെ മക്കളെയും തെരുവിലേക്ക് ഇറക്കി വിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾ പോയി അച്ഛമ്മയെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് യമുന നിളയും വിളിച്ചോണ്ട് അവിടെ നോടി പോവുകയാണ്. ശാരദയും സന്തോഷത്തോടെ വിനീതിനോടായി മോനോടുള്ള നന്ദി പറഞ്ഞാൽ തിരിയില്ല കേട്ടോ. എല്ലാവരും കൈവിട്ട നേരത്തും ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഒരു കേടുപാടും കൂടാതെ സംരക്ഷിച്ചില്ലേ എന്ന് പറയേ. അയ്യോ അമ്മായി, ഞാൻ അങ്ങോട്ട് ക്ഷമ പറയാ വേണ്ട. അമ്മായി ഒന്നും വേണ്ട രീതിയിൽ നോക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടത്തിലാ ഞാൻ എന്ന് വിനീതും പറയുകയാ. അത് കേൾക്കെ ശാരദയും ഏയ് അങ്ങനെയൊന്നുമില്ല പറയുമ്പോഴേക്കും യമുനയും നിളയും പെട്ടിയും ബാഗുകളും ഒക്കെയായി അച്ഛമ്മയും കൂട്ടി അങ്ങോട്ടെത്തുക. അത് കാണാൻ സുജാതയും ദേഷ്യത്തോടെ ഇവര് തിരക്കിട്ടിറങ്ങി പോകുന്നത് മനസ്സിലാക്കാം. നിങ്ങൾ ഇതെങ്ങോട്ട് അമ്മയെ തള്ളിക്കയറി പോകുന്നേ എന്ന് ചോദിക്കേ. അരവിന്ദന്റെ കുടുംബത്തിനൊപ്പമല്ലേ ഞാൻ എന്നും നിന്നിട്ടുള്ളൂ എന്നമ്മയും ചോദിക്കുന്നുണ്ട്. അതിനിപ്പോ എന്താ, ഇനിയുള്ള കാലം എന്റെ കൂടെ നിന്നു ഞാനല്ലേ മോളെന്ന് സുജാത ചോദിക്കേ. ആ ബോധം നിനക്കൂടി വേണ്ടതായിരുന്നു. ശ്രമിച്ചതല്ലെങ്കിലും ശാരദ എനിക്ക് കിട്ടിയ ഭാഗ്യമാടി എന്നമ്മ പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ ശാരദയെ നോക്കുന്ന സുജാതയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ശാരദയും മക്കളും വീണ്ടും സന്തോഷത്തോടെ സ്നേഹതീരത്ത് താമസിക്കുന്നതും ആ കുടുംബത്തെ സഹായിക്കാനായി ഗംഗയ്ക്ക് വിനീത് തയ്യൽ ജോലികളെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നതും നിവിനെ വിളിച്ച് കാവേരിക്ക് എന്തെങ്കിലും ജോലി സെറ്റാക്കി കൊടുക്കാൻ പറയുന്നതും സങ്കടത്തിലാവുന്ന സമയത്ത് നിളയെ അച്ഛനെ പോലെ വിളിച്ച് വിനീത് ആശ്വസിപ്പിക്കുന്നതും ജയപാലന്റെ മകൻ വിശാൽ യമുനയെ പറ്റിച്ച് സ്നേഹ നാടകം നടത്തുന്നതുമെല്ലാമാണ് അടുത്തയാഴ്ചയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.